Hi guys, welcome to VLearn Study Platform. First news, 3-language policy is not applicable to central government offices. Context എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RTI ക്വസ്റ്റ്യൻസിൽ ഹോം മിനിസ്ട്രി ഇങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത്. സെൻട്രൽ ഗവൺമെൻറ് ഓഫീസിൽ 3-language പോളിസി ആപ്ലിക്കബിൾ അല്ല. സോ ഒരു കാര്യം ഓർക്കേണ്ട കാര്യം 3-language പോളിസി നമ്മൾ അഡോപ്റ്റ് ചെയ്തത് 1968 അത് ഒരു നാഷണൽ പോളിസി ആയിരുന്നു. അത് എഡ്യൂക്കേഷന് വേണ്ടിയായിരുന്നു 3-language പോളിസി അഡോപ്റ്റ് ചെയ്തത്. പക്ഷേ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്, 3-language പോളിസി സെൻട്രൽ ഗവൺമെൻറ് ഓഫീസസിൽ ആപ്ലിക്കബിൾ അല്ല എന്നാണ്. സോ എന്താണ്, സെൻട്രൽ ഗവൺമെൻറ് ഓഫീസിൽ ബൈലിംഗ്വൽ പോളിസിയാണുള്ളത്. അതായത് 2 ലാംഗ്വേജേ ഉള്ളൂ, ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. സോ 3-language പോളിസി എവിടെയാണുള്ളത്, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. അത് 1968 ഫസ്റ്റ് ടൈം അഡോപ്റ്റ് ചെയ്യുന്നത്. സോ ഇനിഷ്യലി ഒരു 1976 വരെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു. 76 ശേഷമാണിത് കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറിയത്. ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണെങ്കിലും മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണെങ്കിലും യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും 1976 ശേഷം കൺകറൻറ്റ് ലിസ്റ്റിലാണ് എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. 3-language പോളിസി ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. 1948-49 കാലഘട്ടത്തിലാണ് ഈ റെക്കമെൻഡേഷൻ കൊണ്ടുവന്നത്. ഈ കമ്മീഷനെ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഹിന്ദിയാണ്, അത് ദേവനാഗരി സ്ക്രിപ്റ്റിലാണ്. എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയിട്ട് ഒരു 15 വർഷം വരെ ഇംഗ്ലീഷും കൂടി ഹിന്ദിയോടൊപ്പം ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ 15 ഇയേഴ്സ്, അതായത് 15 വർഷത്തിന് ശേഷം എന്ത് ചെയ്യണം, ഹിന്ദി മാത്രമായിരിക്കണം യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 15 വർഷത്തിന് ശേഷം ഇതൊരു ഇങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴേക്കും എസ്പെഷ്യലി സൗത്ത് ഇന്ത്യൻ റീജിയൻ, അതായത് മദ്രാസ് റീജിയനിൽ നിന്നൊക്കെ പ്രൊട്ടസ്റ്റ് ഉണ്ടാവുകയും അവസാനം എന്ത് ചെയ്തു, കോംപ്രമൈസ്ഡ് ആവുകയും ചെയ്തു. അങ്ങനെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്ട് 1967 എന്ത് പറഞ്ഞു, യൂണിയൻ ഗവൺമെൻറ്റിന് 2 ഒഫീഷ്യൽ ലാംഗ്വേജ് ഉപയോഗിക്കാം, ഹിന്ദിയും ഇംഗ്ലീഷും. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ഫോറിൻ ട്രൂപ്സ് ടു സ്റ്റേ ഇൻ അഫ്ഗാനിസ്ഥാൻ ബിയോണ്ട് മെയ്. സോ ഈ ഒരു ആർട്ടിക്കിളിൽ നാറ്റോ ഫോഴ്സസിനെ പറ്റിയാണ് പറയുന്നത്. നാറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. 1949 വാഷിങ്ടൺ ട്രീറ്റി പ്രകാരമാണ് നാറ്റോ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇതൊരു ഇന്റർ ഗവൺമെൻറ്റൽ മിലിറ്ററി അലയൻസ് ആണ്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബെൽജിയത്തിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ബ്രസൽസ് ആണ്. ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്റ്റീവ് ഡിഫൻസ് ആണ്. അപ്പോൾ ഇതിൽ നാറ്റോയിൽ മെമ്പേഴ്സായിട്ടുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തിനോ ഒന്നിൽ കൂടുതൽ രാജ്യത്തിനോ എന്തെങ്കിലും ഒരു അറ്റാക്ക് നേരിടേണ്ടി വന്നാൽ എല്ലാവർക്കും കിട്ടിയൊരു തിരിച്ചടിയാണെന്ന് ചിന്തിച്ചിട്ട് ഒരുമിച്ചാണ് അവരത് നേരിടുന്നത്. അതിനെയാണ് കളക്റ്റീവ് ഡിഫൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ആർട്ടിക്കിളിൽ മെയിനായിട്ട് പറയുന്നത് ഈ നാറ്റോ ഫോഴ്സസിൻ്റെ അഫ്ഗാനിസ്ഥാനിലെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ അവരുടെ ട്രൂപ്സിനെ അവിടെ കൊണ്ടുവന്ന് ഡിപ്ലോയ് ചെയ്തേക്കുന്നത് താലിബാനും നാറ്റോ ഫോഴ്സസിനും ഇടയിലൊരു ടെൻഷൻസ് ക്രിയേറ്റ് ചെയ്യത്തേ ഉള്ളൂ എന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ഇൻസൾട്ട് ടു ഫ്ലാഗ് സാഡൻ ദ നേഷൻ, കോവിഡ് വാക്സിനേഷൻ ഈസ് ആൻ എക്സാമ്പിൾ ടു വേൾഡ്. സോ നാഷണൽ ഫ്ലാഗിനെ പറ്റിയാണ് പറഞ്ഞത്. നാഷണൽ ഫ്ലാഗിൻ്റെ ഇൻസൾട്ടിനെ പറ്റിയാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ ഒരു നാഷണൽ ഫ്ലാഗ് എടുത്തിട്ട് അതിൻ്റെ കളറുകൾ പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുവാണ്, അതൊരു ഇൻസൾട്ടാണ്. നാഷണൽ ഫ്ലാഗ് ഒരു വസ്ത്രമായിട്ട് ധരിച്ച് ഞാൻ ഉപയോഗിക്കുകയാണ്, അതൊരു ഇൻസൾട്ടാണ്. അപ്പോൾ ഇത്തരം കുറ്റകൃത്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ആക്ടിൻ്റെ പേരാണ് പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് 1971. എന്നാൽ ഓർക്കേണ്ട കാര്യം, എല്ലാം അങ്ങ് ഇൻസൾട്ട് ആവത്തില്ല. അതായത് ഇപ്പം നമുക്കിപ്പോൾ ഒരു വ്യൂ ഉണ്ട്, അതായത് നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഒന്ന് ഓൾട്ടർ ചെയ്യണം, ഇതര മാറ്റം വരുത്തണം. സോ ഞാൻ എൻ്റെ അഭിപ്രായം ഒരു ക്രിട്ടിസൈസ് ഫോമിൽ പറയാണ്, എന്താണ് ഇത്തരം മാറ്റങ്ങൾ നാഷണൽ ഫ്ലാഗിൽ വരുത്തണമെന്ന്. അത്തരം കാര്യങ്ങളൊന്നും ഒരു കുറ്റകൃത്യമായി പെടില്ല, അതായത് ഈ നിയമത്തിൻ്റെ അണ്ടറിൽ വരില്ല. മറ്റ് രീതിയിലുള്ള ഇൻസൾട്ടുകൾക്കുള്ള ഒഫൻസിനെ പറ്റിയാണ് പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് 1971 പറയുന്നത്. നാഷണൽ ഫ്ലാഗിനെ പറ്റി പറഞ്ഞുകൊണ്ട് നാഷണൽ ആന്തത്തിനെ പറ്റി പറയാം. നാഷണൽ ആന്തം കേസുണ്ട്, അത് സുപ്രീം കോർട്ടിലൊരു ലാൻഡ്മാർക്ക് കേസാണ്, ജുവോഹാൻസ് വിറ്റ്നസ് കേസ്. ഈ കേസ് പ്രകാരം സുപ്രീം കോർട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, നമ്മുടെ ദേശീയ ഗാനം പാടുമ്പോൾ എന്താണ്, നമ്മളത് കൂടെ പാടണം എന്നുള്ളത് കമ്പൽസറി അല്ല, അത് ഓപ്ഷണലാണ്. പക്ഷേ ഉറപ്പായിട്ടും നിർബന്ധമായിട്ടും നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം എന്നുള്ള കാര്യം പറഞ്ഞത് ഈ ലാൻഡ്മാർക്ക് കേസിലാണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ബ്രീത്ത് ടേക്കിംഗ് മ്യൂസിക്.
ഈ ഒരു ആർട്ടിക്കിളിലൊരു ഇൻസ്ട്രുമെൻറ്റിനെ പറ്റിയാണ് പറയുന്നത്. തോങ്കോളി എന്നാണ് ഇൻസ്ട്രുമെൻ്റിൻ്റെ പേര്. ഇതൊരു നോസ് ഫ്ലൂട്ട് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഫിലിപ്പൈൻസിലെ ട്രൈബ്സ് ആണ് ഈ ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്യുന്നത്. സാധാരണയുള്ള റെഗുലർ ഫ്ലൂട്ടിൽ 8 ഹോൾസാണുള്ളത്, എന്നാൽ തോങ്കോളിയിൽ 4 ഹോൾസേ ഉള്ളൂ. ഫിലിപ്പൈൻസ് മാത്രമല്ല ഇത് ഉപയോഗിക്കുന്നത്, തായ്വാൻ, ന്യൂസിലാൻഡ്, ഹോങ്കോങ് ഇവിടെ എല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട്. പല പല പേരിലാണ് ഇത് അവിടെ അറിയപ്പെടുന്നത്. ഇത് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ വുഡ്, ബാംബു, വെയിൽസ് ടീത്ത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ടൈഗർ കബ് ഗെറ്റ്സ് ഹണ്ടിങ് ലെസൺ ഫ്രം ഹ്യൂമൻസ്. ഈ ഒരു ആർട്ടിക്കിളിൽ പെരിയാർ ടൈഗർ റിസർവിനെ പറ്റിയാണ് പറയുന്നത്. പെരിയാർ ടൈഗർ റിസർവ് 2 ജില്ലകളിലായിട്ടാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, ഇടുക്കി, പത്തനംതിട്ട. ഇതൊരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. ഇത് ടൈഗർ റിസർവ് മാത്രമല്ല, എലിഫൻറ്റ് റിസർവ് കൂടിയാണ്. ഈ പാർക്ക് തമിഴ്നാടുമായിട്ട് ബോർഡറുണ്ട്. സൗത്ത് വെസ്റ്റേൺ ഘട്ടിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. 2 ഹിൽസിലായിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്, കാഡമൻ ഹിൽസും പന്തളം ഹിൽസും. ഈ റിസർവിനുള്ളിലെ ഫോറസ്റ്റിൽ നിന്നാണ് 2 നദികൾ ഉത്ഭവിക്കുന്നത്, പെരിയാറും പമ്പയും. ഇതിനുള്ളിലായിട്ട് 6 ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. മന്നൻ, പാലിയൻ, മലയരയൻ, മല പണ്ടാരംസ്, ഉരാളീസ്, ഉള്ളാടൻ. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ആദി മഹോത്സവ്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ട്രൈബ് ഫെസ്റ്റിവലാണ്. ഇത് ഓർഗനൈസ് ചെയ്യുന്നത് ട്രൈബൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഡെവലപ്മെൻറ്റ് ഫെഡറേഷൻ ആണ്. ഇതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ട്രൈബൽ കമ്മ്യൂണിറ്റിയും ഒരു പ്ലേസിൽ ഒരുമിച്ച് കൂടുന്നു, എന്നിട്ട് അവരുടെ ടാലൻസ് ഷോക്കേസ് ചെയ്യുന്നു. അപ്പം ട്രൈബൽസ് എന്ത് ചെയ്യാണ്, അവരുടെ എല്ലാ കാര്യങ്ങളും ഹാൻഡിക്രാഫ്റ്റ്സ് ആണെങ്കിലും ഫുഡ് പ്രോഡക്ട്സ് ആണെങ്കിലും ഫോറസ്റ്റ് പ്രോഡക്റ്റ്, ഹെറിറ്റേജ് ടെക്സ്റ്റൈൽസ്, അപ്പോൾ എല്ലാ തരത്തിലുള്ള ടാലൻസും ഷോക്കേസ് ചെയ്യുകയാണ്. അപ്പം ട്രൈബൽസ് ഡയറക്റ്റായിട്ട് എന്താണ് മെയിൻലാൻഡുമായിട്ട് കണക്ട് ചെയ്യുന്നൊരു ഫെസ്റ്റിവലാണ് ആദി മഹോത്സവ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, എ ബുള്ളറ്റ് ത്രൂ ആൻ ഐലൻഡ് ഹേർട്ട്. ഈ ഒരു ആർട്ടിക്കിളിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിനെ പറ്റിയാണ് പറയുന്നത്. ഇത് ഇനിഷ്യേറ്റ് ചെയ്തേക്കുന്നത് ലിറ്റിൽ ആൻഡമാനിലാണ്. അപ്പം ഇതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് ഫോം മാത്രമേ ഇപ്പം ഉള്ളൂ. ഈ ആർട്ടിക്കിളിൽ അതിനെ പറ്റിയാണ് പറയുന്നത്. സോ ലിറ്റിൽ ആൻഡമാനെ 3 സോണായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് സോണിൽ ഒരു ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റ് ആണ് ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ ടൂറിസം ഉണ്ടാവും, ഹോസ്പിറ്റൽ ഉണ്ടാവും, മെഡിസിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോൺ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിഡൻഷ്യൽ ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പോൾ അവിടെ സെറ്റിൽമെൻറ്റ് ഉണ്ടാവും, ഒപ്പം തന്നെ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ ടൂറിസം ഡെവലപ്മെൻറ്റും ഉണ്ടാവും. തേർഡ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഒരു തരത്തിലുള്ള ആക്ടിവിറ്റീസും അലോ ചെയ്യാത്ത ഏരിയ ആണ്. അതായത് ആ ഏരിയയിൽ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാനേ പാടില്ല. ആ സോണിനെ നമ്മൾ നേച്ചർ സോണായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ലിറ്റിൽ ആൻഡമാനിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൂട്ടാനും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനും വേണ്ടിയാണ് ഈ ഒരു ഇനിഷ്യേറ്റീവായിട്ട് വന്നത്. കാരണം ഇന്ത്യൻ മെയിൻലാൻഡുമായിട്ട് ലിറ്റിൽ ആൻഡമാനിന് കണക്ടിവിറ്റി ഇല്ല. ഒപ്പം തന്നെ ഇവിടെ ഒരുപാട് ഇൻഡിജീനിയസ് ട്രൈബ്സ് ഉണ്ട്. സുപ്രീം കോർട്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ട്രൈബൽ ഏരിയ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. നെഹ്റുവിൻ്റെ ട്രൈബൽ പഞ്ചശീൽ തത്വമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നാണ് സുപ്രീം കോർട്ട് പറയുന്നത്. കാരണം ട്രൈബൽ ഏരിയയിൽ ഒരു തരത്തിലുള്ള കൾച്ചറൽ മിക്സ്ചറും ഉണ്ടാവാൻ പാടില്ല. അതായത് അവിടെ അവർ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. അവരുടെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസും മെയിൻലാൻഡിൻ്റെ കൾച്ചറുമായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. ഒപ്പം തന്നെ ഓർക്കേണ്ട കാര്യം, ലിറ്റിൽ ആൻഡമാനിലെ 95% റീജിയനും ഫോറസ്റ്റാണ്. 640 സ്ക്വയർ കിലോമീറ്റർ റിസർവ് ഫോറസ്റ്റ് ആണ്. ഇനി മാപ്പ് ബേസ്ഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ലിറ്റിൽ ആൻഡമാനിന് നിയർ ആയിട്ടാണ് ഡങ്കൺ പാസേജ് ഉള്ളത്, ഒപ്പം തന്നെ 10 ഡിഗ്രി ചാനലും. ഇതിനുള്ളിലെ 2 ഐലൻഡാണ് നീൽ ഐലൻഡും ബാരൻ ഐലൻഡും. ആർട്ടിക്കിൾ, ഡോൺ സ്റ്റെം ദെയർ പ്രോഗ്രസ്. ഈ ഒരു ആർട്ടിക്കിളിൽ സ്റ്റെമ്മിനെ പറ്റിയാണ് പറയുന്നത്. എന്താണ് സ്റ്റെം? സ്റ്റെം എന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ്. സോ ഈ ഒരു ആർട്ടിക്കിളിൽ ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റെം ഫീൽഡിൽ വിമൻ്റെ പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ്. ഇപ്പം 1901 മുതലാണ് നൊബേൽ പ്രൈസ് കൊടുക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ സ്റ്റെം ഫീൽഡിലും എന്താണ് നൊബേൽ പ്രൈസ് ഡിക്ലെയർ ചെയ്യാറുണ്ട്. കൂടുതലും ലഭിക്കുന്നത് പുരുഷന്മാർക്കാണ്. ഏകദേശം ഇൻ ടോട്ടൽ 25 വനിതകൾക്ക് മാത്രമേ സ്റ്റെം ഫീൽഡിൽ നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ളൂ. ഇനി ഇന്ത്യയുടെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ ഈ സ്റ്റെം ഫീൽഡിൽ ഗ്രാജുവേറ്റ് ആവുന്ന വനിതകളുടെ ശതമാനം നോക്കുകയാണെങ്കിൽ 43% വരും. ഇത് വേൾഡ് റാങ്കിങ്ങിൽ തന്നെ ഫസ്റ്റാണ്. എന്നാൽ ഈ 43%-ൽ 14% പേര് മാത്രമേ എംപ്ലോയിഡ് ആയിട്ടുള്ളൂ. ഇതേ സെയിം കേസ് സ്വീഡനിൽ നോക്കുകയാണെങ്കിൽ എന്താണ് സ്റ്റെം ഫീൽഡിലുള്ള ഫീമെയിൽ ഗ്രാജുവേറ്റിൻ്റെ ശതമാനം 35%. ഈ 35%-ൽ 34% ഫീമെയിൽസും എംപ്ലോയിഡ് ആണ്. അപ്പോൾ ഈ ഒരു ഡിസ്പാരിറ്റിയാണ് കാണിക്കുന്നത്. ഒപ്പം തന്നെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ 80% വർക്ക് ചെയ്യുന്നത് മെയിൽസ് ആണ്.
ഒൺലി എന്താണ് 10-15% വിമൻസ് മാത്രമേ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേട്രിയാർക്കി തന്നെയാണ്. പിന്നെ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ് ഉണ്ട്. അതായത് റൂറൽ ഏരിയയിൽ നിന്ന് അർബൻ ഏരിയയിലേക്ക് വർക്ക് ചെയ്യുന്ന മിക്ക പെൺകുട്ടികളും എന്താണ് സെക്ഷൽ വയലൻസ് അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരു റെസ്ട്രിക്ഷൻസ് ആയിട്ട് മാറുന്നു. ഒപ്പം തന്നെ ജെൻഡർ ഇനിക്വാളിറ്റി. പക്ഷേ ഈ ഇഷ്യൂസ് എല്ലാം ഒരു പാസ്റ്റായി കണക്കാക്കണം. ഇത് ഫ്യൂച്ചറിന് വേണ്ടിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആവരുത്. എന്താണ് നമുക്ക് വേണ്ടുന്നത്? ജെൻഡർ പാരിറ്റിയാണ്. അതായത് ജെൻഡർ ഇനിക്വാളിറ്റിയെ തകർത്തിട്ട് ജെൻഡർ പാരിറ്റിയിലേക്കാണ് നമ്മൾ വരേണ്ടത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ദ പ്രോബ്ലം ഓഫ് ഏജിങ് ഡാംസ്. സോ ഏജിങ് ഓഫ് ഡാമിനെ പറ്റിയാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ഫസ്റ്റ് ഡാമിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ് നോക്കുന്നത്. ഡാം നമുക്ക് ഒരുപാട് ഹ്യൂമൻ നീഡ്സ് ഫുൾഫിൽ ചെയ്ത് തരുന്നുണ്ട്. ഇപ്പം ഡാമിൽ വാട്ടർ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുവാണ്. ഇത് നമ്മൾ ഡ്രിങ്കിങ് പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ യൂസേജ് ഉണ്ട്, ഇറിഗേഷൻ പ്രോസസ്സിന് യൂസ് ചെയ്യുന്നുണ്ട്, ഫ്ലഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഹൈഡ്രോ പവർ ജനറേഷനുമുണ്ട്. ഇത്തരം ആവശ്യങ്ങളാണ് ഒരു ഡാമിൽ നിന്ന് നമ്മൾ എടുക്കുന്നത്. ഒരുപാട് ഹ്യൂമൻ്റെ ബേസിക് നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഡാമിന് പഴക്കം ചെല്ലുന്തോറും ഇതൊരു ഡിസാസ്റ്ററായിട്ട് മാറുമെന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. ഏറ്റവും കൂടുതൽ ലാർജ് ഡാം കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിൽ ഇന്ത്യക്ക് വേൾഡിൽ 3-ാം സ്ഥാനമാണുള്ളത്. ഇന്ത്യയിൽ 5200ഓളം ഡാമുകൾ ലാർജ് ഡാമുകളാണ്. അതിൽ 1100 ഡാമുകളും 50 വർഷം പഴക്കമുള്ളതാണ്. കുറച്ചൊക്കെ ആണെങ്കിൽ 120 വർഷത്തിൽ കൂടുതൽ പഴക്കം ചെന്നവയാണ്. ഇപ്പം ഒരു 2050 അടുക്കുമ്പോഴേക്കും ഈ ഡാമുകളുടെ എണ്ണം ഒരു 4400ഓളം എത്തുമെന്നാണ് കണക്കുകൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 50 വർഷം പഴക്കം കാണിക്കുന്നത് 2050 ആകുമ്പോൾ 150 വർഷം പഴക്കം കാണിക്കും. ഇപ്പം കാവേരി ബേസിനിലുള്ള 2 ഡാമുകൾ പറയുകയാണെങ്കിൽ കൃഷ്ണരാജ സാഗർ ഡാം, അത് കർണാടകയിലാണ്. ഒപ്പം തന്നെ മേട്ടൂർ ഡാമുണ്ട്. അപ്പം കൃഷ്ണസാഗർ ഡാം 1931 കൺസ്ട്രക്ട് ചെയ്തത്. അപ്പം ഇപ്പോഴത്തെ കണക്ക് വെച്ചിട്ട് അത് 90 വർഷമായി കാണും. മേട്ടൂർ ഡാം നോക്കുവാണെങ്കിൽ 1934 കൺസ്ട്രക്ട് ചെയ്തത്. 87 വർഷം പഴക്കമുണ്ട്. അപ്പം ഈ ഒരു പഴക്കം കൊണ്ട് ഉദ്ദേശിക്കുന്ന മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം റിവറിൽ നിന്ന് വരുന്ന വെള്ളമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ശേഖരിച്ച് വെക്കുന്നത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ഈ റിവർ എന്ത് ചെയ്യുന്നുണ്ട്, സോയിലും സ്റ്റോണും ഒക്കെ ക്യാരി ചെയ്യുന്നുണ്ട്. ഇത് വന്നിട്ട് എവിടെ ഒത്തിരി വർഷം കഴിയുമ്പം ഈ സോയിലും ഗ്രേവലും സ്റ്റോൺസും എല്ലാം എന്ത് ചെയ്യും, ഈ ഡാമിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. ഇങ്ങനെ ഡെപ്പോസിഷൻ കൂടും തോറും എന്താണ്, സ്റ്റോറേജ് കപ്പാസിറ്റിയാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആർട്ടിക്കിളിൽ എടുത്ത് പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിലെ കൺസ്ട്രക്ടേഴ്സിന് സെഡിമെൻറ്റേഷൻ സയൻസിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. അതായത് ഒരു ഡാം കൺസ്ട്രക്റ്റ് ചെയ്യുമ്പം, ഇപ്പം ഗംഗാ റിവർ എടുക്കുകയാണെങ്കിൽ ഗംഗാ റിവറിൽ അടുത്തായിട്ട് ഒരുപാട് ഡാമുകളുണ്ട് അല്ലേ. അപ്പം നമ്മൾ ഒരു കാൽക്കുലേഷൻ വെക്കണം. ഈ ഗംഗാ റിവറിൽ നിന്ന് ഇത് പോയിട്ട് അത് ശേഖരിക്കാൻ തുടങ്ങിയിട്ട് 50 വർഷമായി. അപ്പോൾ ആ 50 വർഷത്തിനുള്ളിൽ എത്ര ക്യാരിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ എത്ര ക്യാരിങ് കപ്പാസിറ്റി കുറഞ്ഞിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് ഈ ഡെപ്പോസിറ്റ് എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു സെഡിമെൻറ്റേഷൻ സയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. അങ്ങനെ ഒരു ഐഡിയ പരമായിട്ട് കൺസ്ട്രക്ടേഴ്സ് ചെയ്യാറില്ല. ഇപ്പോൾ ഈ സ്റ്റോറേജ് കപ്പാസിറ്റി കുറയുമ്പം മറ്റൊരു തരത്തിൽ നോക്കുവാണെങ്കിൽ എന്താണ്, കർഷകരുടെ ക്രോപ്പ് റീജിയണിൽ അല്ലെങ്കിൽ ഏരിയയിലേക്ക് ഇറിഗേഷൻ പ്രോസസ്സ് ചെയ്യുന്നുണ്ട് ഡാമുകൾ വഴി. പക്ഷേ ഇത് കുറയും തോറും എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഫാമേഴ്സിൻ്റെ ഇൻകത്തെയും ഇത് നല്ല രീതിയിൽ ബാധിക്കും. ഒപ്പം തന്നെ നമുക്ക് വേണ്ടുന്നത് ഡാമിൻ്റെ ഒരു മെയിൻ്റനൻസ് ആണല്ലേ. പീരിയോഡിക്കായിട്ട് മെയിൻ്റനൻസ് നടത്തിയിട്ടില്ലെങ്കിൽ ഈ അടിഞ്ഞു കൂടുന്ന ഈ ഗ്രേവലാണെങ്കിലും സ്റ്റോൺസ് ആണെങ്കിലും ഡാമിൽ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പ്രഷർ കൊടുക്കുമ്പം അവിടുത്തെ മെക്കാനിക്കൽ എക്യുപ്മെൻറ്റ്സിന് ഡാമേജ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഇപ്പം ഡാമിനുള്ളിൽ ലോഡ് കൂടുവാണെങ്കിൽ പിന്നീട് അത് പതിയെ അത് ഫ്ലഡിലേക്കാണ് വന്നെത്തുക. സോ നമുക്ക് വേണ്ടുന്നത് ഡാമിൻ്റെ ഡീകമ്മീഷനാണ്, ലോങ് ടേം റിസർച്ചാണ് വേണ്ടുന്നത്. അപ്പോൾ അവിടെ റീബിൽഡിങ് വേണമെങ്കിൽ അങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിനുവേണ്ടി ഡാം സേഫ്റ്റിക്ക് വേണ്ടി എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഒരുമിച്ച് ചേർന്ന് നിൽക്കണം. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പം ഗവൺമെൻറ്, പിന്നീട് ആ ഡാം നിൽക്കുന്ന ഏരിയയിലുള്ള ഇംപ്ലിമെൻറ്റിംഗ് അതോറിറ്റി, ഒപ്പം തന്നെ ആ റീജിയനിലുള്ള ജനങ്ങൾ, ഇവരെല്ലാം കൂടി ഒരുമിച്ച് ചേർന്നിട്ട് വേണം ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ. അല്ലെങ്കിൽ ഏജിങ് ഓഫ് ഡാം പിന്നീട് ഒരു വലിയ ഡിസാസ്റ്റർ ആയിട്ട് മാറും. That's it. Waiting for your valuable suggestions. Thank you for watching.